ഇത്രേ ഉള്ളൂ. വേണേ നമുക്ക് ഇനിയും വരുത്താം. എന്റെ വീട് കാര്യമായിട്ടൊന്ന് ഇലക്ട്രിഫൈ ചെയ്യണം. ഓ ചെയ്ത് കളയല്ലോ. സാറിന് ഏത് സ്റ്റൈൽ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് അതുപോലെ ചെയ്ത് കളയാം. ഒരു നാടൻ സ്റ്റൈൽ, അതായത് ഒരു തിരുവല്ല സ്റ്റൈൽ, അതുപോലെ മതിയെങ്കിൽ അതുപോലെ ചെയ്യാം. അല്ല കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ഒരു ടൗൺ സ്റ്റൈൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മദ്രാസ് സ്റ്റൈൽ ചെയ്യാം. അതല്ലേ നമുക്ക് ഡൽഹി ആക്കാം. ഇതൊന്നുമില്ല ഒരു അമേരിക്കൻ സ്റ്റൈൽ തട്ടാന്ന്. താജ്മഹൽ സ്റ്റൈൽ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു മുഗൾ സ്റ്റൈൽ, അതായത് മുഹമ്മദ് ബിൻ തുഗ്ലക് സ്റ്റൈൽ. അത് കണ്ടപ്പോഴേ മനസ്സിലായി. നമുക്ക് ആദ്യം പോയി വീടൊന്ന് കാണാം. നമുക്ക് പോകാം. അയ്യോ ഞാൻ ഇപ്പൊ ഫ്രീ അല്ല, ഒരു 4 മണി കഴിഞ്ഞിട്ട് വരാം. 4 മണി കഴിഞ്ഞാൽ ഞാനും ഫ്രീ അല്ല. വേണമെങ്കിൽ വാ. സാറിന്റെ വീട് എവിടെയാ? ഞാൻ എന്റെ കാർഡ് തരാം. അയ്യോ ജലന്ധറിലോ? അവിടെ വരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ സർവീസിൽ ഇരിക്കുമ്പോഴുള്ള കാർഡാ. അപ്പൊ സാറിന് നാട്ടിലെ അഡ്രസ് ഇല്ലേ? ഉണ്ട്. എവിടെ? മറുവശത്ത്. I am an ex-serviceman. അച്ഛാ ഓക്കെ. അയ്യോ അയ്യോ വീരേ, മോളെ ഓടിവാ. എന്താ ചേട്ടാ? വേദന. ഇവിടെയാണോ? ബെരിയൊന്ന് ഒരിക്കേ പതുക്കെ പതുക്കെ. ചേട്ടൻ ഇങ്ങനെ കുടിക്കുന്നോണ്ടാ. നിനക്കെങ്കിലും ഇങ്ങനെ പറയാ തോന്നിയല്ലോ. നിന്റെ ചേട്ടത്തി ഒരുത്തിയുണ്ടല്ലോ, എന്റെ ഭാര്യ. ഓ അവള് പറയുന്നത് കുടിച്ചെവിടെയും ഒരിടത്ത് കിടന്നോളാനാ. അയ്യോ ഓ പുറത്ത് ഇത്രയും കാലം രാജ്യം സേവിച്ചതിന് എനിക്ക് കിട്ടിയ ഓ ഈശ്വര. മതിയോ? ഓ ആ മതി 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 മതി. ആരാന്ന് നോക്കി? ഞാൻ പോകത്തില്ല. ചേട്ടൻ കാശ് കടം മേടിച്ച 2-3 പേര് ഇന്ന് രാവിലെ വന്നതാ. ആ എന്നാ ഞാൻ പാ. ഓ എന്താ മിസ്റ്റർ? ഞാൻ താജ്മഹൽ കാണാൻ വന്നതാ. താജ്മഹലോ? അതൊക്കെ ആഗ്രഹില്ലല്ലേ? തനിക്ക് ബോധമുണ്ടോ? അത് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്. ഓർമ്മയില്ലേ രാവിലെ ഷോപ്പിൽ വന്നത്? ആ ഒരു മിനിറ്റ്. ഓ മുഹമ്മദ് ബിൻ തുഗ്ലക്. ഇതൊക്കെ പറഞ്ഞിട്ടാണോ ചെയ്യുന്നത്? ഭാര്യയും ഭർത്താവൊക്കെ ശരിയാ. മുമ്പൊരിക്കൽ ഇതുപോലെ ആരൊക്കെയോ വന്നു പെയിന്റ് അടിച്ചു. കാശ് കൊടുത്തത് ഞാനാ. പിന്നെ കുറെ പേർ വന്ന് പൈപ്പ് നന്നാക്കി. അതിന് ഞാനാ കാശ് കൊടുത്തത്. ഇതൊക്കെ കഴിഞ്ഞിട്ടേ കാശെന്നും പറഞ്ഞ് ആശുപത്രിയിലേക്ക് വരരുത്. അല്ലേ ചേച്ചി, ഈ കാശും ആശുപത്രി തമ്മിൽ എന്താ ബന്ധം? ആ ഞാൻ അവിടുത്തെ ഹെഡ് നേഴ്സാ. ഓ നീ ഇത്തിരി വെള്ളം എടുത്തോണ്ട് വാ. ചേട്ടൻ എന്തിനാ രാവിലെ മുതൽ ഇങ്ങനെ കുടിക്കുന്നത്? നിന്റെ ചേച്ചിക്കില്ലാത്ത സ്നേഹമല്ലേ നിനക്ക് എന്നോട്? ചേട്ടൻ വിട. ഇതെന്റെ മോളാ. ഇത്രയും വലിയ മോളുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങനത്തെ മോളല്ല, ഭാര്യയുടെ അനിയത്തി, എന്റെ മോള്. ചേട്ടാ കൈയെടുക്ക്. നിന്റെ ചേച്ചി എന്നോട് പറയത്തില്ലോടി, പിന്നെയാണോ നീ? ചേച്ചിയല്ല ഞാൻ. ഇവൾ ആരാണെന്നറിയാവോ? ഈ ജോലി കിട്ടിയ പിന്നെയാ ഇവക്ക് ഈ അഹങ്കാരം. ഇവക്കാരാ ജോലി മേടിച്ചു കൊടുത്തത്? ഞാനാ. തനിക്കറിയാവോ വിനയേന്ദ്ര കുറുപ്പിനെ? ആ സ്റ്റെനോയാ. സ്റ്റെനോ എന്ന് പറഞ്ഞ പ്രൈവറ്റ് സെക്രട്ടറി. പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞ ചേട്ടാ അനാവശ്യം പറയരുത്. മറ്റാരെ പറ്റി പറഞ്ഞോ? അദ്ദേഹത്തെ പറ്റി പറയരുത്. അദ്ദേഹം അങ്ങനെയുള്ള ആളല്ല. ഓ അപ്പൊ പ്രൈവറ്റാ. കുറ്റം പറയുന്നത് പോലും ദേഷ്യമാ. അറിയാവോ വിനയേന്ദ്ര കുറുപ്പിനെ? ഫുൾ തന്നെയാ. രാവിലെ മുഖം കഴുകുന്നത് പോലും റമ്മില. എല്ലാം ഉണ്ടെന്നേ. അതുകൊണ്ടല്ലയോ എപ്പോഴും ഈ ടൂറിന് പോകുന്നത്? എല്ലായിടത്തും കീപ്പാ. ചേട്ടാ അനാവശ്യം പറയരുത്. മറ്റാരെ പറ്റി പറഞ്ഞോ? അദ്ദേഹത്തെ പറ്റി പറയരുത്. അദ്ദേഹം അങ്ങനെയുള്ള ആളല്ല. അറിയാവോ വിനയേന്ദ്ര കുറുപ്പിനെ? ഫുൾ തന്നെയാ. രാവിലെ മുഖം കഴുകുന്നത് പോലും റമ്മില. എല്ലാം ഉണ്ടെന്നേ. അതുകൊണ്ടല്ലയോ എപ്പോഴും ഈ ടൂറിന് പോകുന്നത്? എല്ലായിടത്തും കീപ്പാ.
അങ്ങനെയുള്ള ഒരുത്തന്റെ കൂടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോലി നോക്കുന്ന നിനക്കെന്താ മോളെ? ഞാനൊന്ന് തോളെ കൈയിട്ടപ്പോ ഇത്ര വലിയ പ്രശ്നം. കള കുതിച്ചു കയറുന്ന അത്യാവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനെതിരെ, തകർന്ന് ധരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ക്രമസമാധാന സ്ഥിതിക്കെതിരെ പുരോഗമന കക്ഷികൾ ഒന്നിച്ച് സംഘടിപ്പിക്കുന്ന കേരള ബന്ദ് നാളെ കടകമ്പോളങ്ങൾ അടച്ച് വാഹന ഗതാഗതം സ്തംഭിപ്പിച്ച് പൊതുജനരോക്ഷം പ്രകടമാക്കുവാൻ ഞങ്ങൾ നിങ്ങളേവരോടും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഓഫീസിൽ പോവാൻ. എടോ, നീ ഞങ്ങൾ ഇടത്തുന്ന ബന്ധം അറിയില്ലേ? ബസ്സും കാറും ഓട്ടോ ഒന്നും റോഡിൽ ഇറങ്ങില്ല. ഇറങ്ങിയാലേറെ വണ്ടിക്ക് അതിനകത്തിരിക്കുന്ന ആൾക്ക്. അങ്ങനെ ത്യാഗം സഹിച്ച് ഓഫീസിൽ പോകേണ്ട കാര്യമൊന്നുമില്ലോ. അല്ല, ഞാൻ ആലോചിച്ചപ്പോഴേ ഏത് ബന്ധു പൊളിക്കാനും നിങ്ങളെപ്പോലുള്ള ചില കരിങ്കാലുകളുണ്ടാവും. നിങ്ങളുടെ ഈ നിപ്പ് കണ്ടാലറിയാൻ നിങ്ങൾ ഏതെങ്കിലും ഒരു ബസ് പിടിച്ച് ഓഫീസിലെത്തുന്നുള്ള കാര്യം. അങ്ങനെ വല്ല വണ്ടിയിലും കയറി ഏറുകൊണ്ട് ഈ നല്ല മോൻ നശിപ്പിക്കണം. വാ, ഞാൻ കൊണ്ടുവിടാം. വേണ്ട, താങ്ക്സ്. എന്നാ വേണ്ട. അല്ല, ഞാൻ പിന്നീട് ആലോചിച്ചപ്പോഴേ ഈ ബന്ധു കിടക്കുന്ന ഞങ്ങളാണെങ്കിലും ഞങ്ങൾക്ക് ചില മനസ്സാക്ഷിയൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, ഒരു ഗർഭിണി, നിങ്ങൾ ഗർഭിണിയാണെന്നല്ല പറയുന്നത്, ഒരു ഗർഭിണി ഇപ്പൊ പെട്ടെന്ന് ബസ്സില്ല, കാറില്ല, ആശുപത്രിയിൽ എത്തിക്കണം. ഇപ്പൊ എന്താ ചെയ്യുക? അതുപോലെ നിങ്ങൾ ഓഫീസിൽ പോകാൻ ഇത്ര നിർബന്ധമായിട്ട് നിൽക്കുന്നതുകൊണ്ട് എന്റെ സ്കൂട്ടിന് പറയുന്നത് ഞാൻ കൊണ്ടാക്കാം. ഓ, ആരെങ്കിലും കാണുമെന്ന്. അതാണെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിൽ കൂടുതൽ ടെൻഷൻ പെടുന്നത് എനിക്കാ. ഈ സ്കൂട്ടറിന്റെ പുറകെ ആദ്യമായിട്ട് ഒരു പെൺകുട്ടി കയറാൻ പോകുന്നു. വേണ്ട വേണ്ട വേണ്ട, അതിനെ തൊടുവും പിടിക്കൊന്നും വേണ്ട, അവിടെ ഇരുന്നാ മതി. അല്ല, ഇനി അഥവാ കട്ടിളങ്ങനെ വീഴുകയാണെങ്കിൽ പിടിക്കാനും പഠിക്കണ്ട. എടാ മരുമകനെ, ബന്ധായിട്ട് നീ വട്ടം ചുറ്റി പോയല്ലോടാ. നിന്റെ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനം ഒരു മണിക്കൂറായി അവിടെ നിൽക്കണു. എന്നെ കെട്ടിക്കൊണ്ടുപോകാൻ തോന്നിയോ? എങ്ങനെയാ, കണ്ടിട്ട് വേണ്ടേ? എന്തായാലും മുറുകെ പിടിച്ചോ, അമ്മാവന് ദക്ഷിണയ്ക്കുള്ള വകയായി. വിത്ത് റെഫറൻസ് ടു അവർ മീറ്റിംഗ് അറ്റ് ഹോട്ടൽ ലീല ബോംബെ. ബന്ധായിട്ട് നിങ്ങൾ എങ്ങനെയാ വന്നത്? എനിക്കൊരു ലിഫ്റ്റ് കിട്ടി സാർ. ആ, ഹോട്ടൽ ലീല ബോംബെ. ഹലോ. ഹലോ. നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? ഇല്ല സാർ. നിനക്കറിയാമോടാ? ഇല്ല. പിന്നെ നിങ്ങൾ എന്തിനാ ഹലോ പറയാൻ പോയത്? അത് ഞാൻ കരുതി. നിങ്ങൾ എന്തിനാ കൂടെ കൂടെ കരുതുന്നത്? സോറി സാർ. ചേട്ടാ, അന്ന് രണ്ടുപേർക്ക് ചെക്ക് കൊടുത്തിരുന്നില്ലേ? അത് രണ്ടും പാസ്സായി. അപ്പൊ അമ്മ പറഞ്ഞു ഇവിടെ ഒന്ന് പറയണമെന്ന്. എന്തിനാടാ ബന്ധായിട്ട് സ്കൂട്ടർ എടുത്തുകൊണ്ട് കറങ്ങുന്നത്? നമ്മളല്ലേ ചേട്ടാ ബന്ധു കിടത്തുന്നത്. ഈ ബന്ധു കൊണ്ട് നിങ്ങൾ എന്തുണ്ടാക്കി? ഞങ്ങൾ എതിർത്തവരെല്ലാം ഞങ്ങൾ തല കുനിപ്പിച്ചു. ചേട്ടനാ റോഡിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കിയേ. വേണ്ട, ചേട്ടൻ ഫാക്ടറിയിലേക്ക് ഒന്ന് നോക്കിയേ. ഇന്ന് എത്ര പേര് വന്നു. ആ, ചെല്ലേ. എക്സ്ക്യൂസ് മീ, എനിക്ക് അർജന്റായിട്ട് ഒരു മാറ്റർ ടൈപ്പ് ചെയ്ത് തരുമോ? ഇല്ല, ബന്ധമായിട്ട് കടയൊന്നുമില്ല. ശരി. താങ്ക് യു. ദിസ് ഈസ് വിത്ത് റെഫറൻസ് ടു അവർ പ്രീവിയസ് മീറ്റിംഗ്സ്, both indoor and outdoor.
I would like to make very clear to you that I love you, 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 I love you. ഈ വിനയന്റെ കുറിപ്പ് അവൻ ഏതവനായാലും എനിക്ക് പ്രശ്നമല്ല. 18 കൊല്ലം ഇന്ത്യയുടെ അതിർത്തികളിൽ കോടിക്കണക്കിന് ജനങ്ങളെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്നവനാ ഞാൻ. എനിക്ക് എവിടെ എന്തു പറയാം? എന്റെ വീട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്ന പെണ്ണെ തട്ടിക്കൊണ്ടുവന്ന മഹാഭാവികളെ ഇറങ്ങി പാടാ ധൈര്യമുണ്ടെങ്കിൽ എന്റെ മുമ്പിലേക്ക്. എടാ, എന്റെ വലിപ്പം അറിയണമെങ്കിൽ നീ എല്ലാം ബംഗ്ലാദേശിലേക്കല്ലേ, ഇല്ലെങ്കിൽ ചൈനയിലേക്കല്ലേ, ഇല്ലേ പാകിസ്ഥാനിലോട്ടല്ലേ? ആ, ഇവിടെയുള്ളവന്മാർക്കൊന്നും എന്റെ വലിപ്പം അറിയില്ല. ഇറങ്ങി പോരാ പട്ടികളെ. ഓ, നീ അകത്തുണ്ടായിരുന്നല്ലേടി? എടീ, എന്റെ ഈ ശബ്ദം കേട്ടാൽ ആരും ഇറങ്ങി വരും. എന്റെ പെർമിഷൻ ഇല്ലാതെ കല്യാണം കഴിച്ചോളാ നീ. നീ എന്റെ കൂടെ വരണം. എന്റെ ജീവിതം നശിപ്പിക്കരുത്, എന്നെ വെറുതെ വിടണം. നിന്നെ വെറുതെ വിട്ടാൽ ഞാൻ നശിച്ചു പോകൂടി. എടീ, ഈ പ്രായത്തിൽ നിന്നെ ഞാൻ കയ്യിലെടുത്ത് വളർത്തി, പിന്നെ തോളിലിട്ട് വളർത്തി, കുറെ നാൾ ഒക്കത്തിരുത്തി വളർത്തി, പിന്നെ കൊണ്ടു നടന്ന് വളർത്തി. ഇവന്റെ കയ്യിലുണ്ടോ ഒരു കണക്ക് പുസ്തകം? തന്തയ്ക്ക് വരുന്ന ആണുങ്ങളുണ്ടെങ്കിൽ ഇറങ്ങി വരാൻ പറയടി. എന്താ ഏട്ടാ പ്രശ്നം? ഇന്ത്യയെ കാത്തു സൂക്ഷിച്ചു എന്നുള്ളതിന്റെ പേരില് ചേട്ടന് ഏത് വീടിന് മുമ്പിലും ചെല്ലാം, കളക്ടറേറ്റിന് മുമ്പിൽ ചെല്ലാം, രാജ്ഭവന്റെ മുമ്പിൽ ചെല്ലാം. ചേട്ടൻ എന്ത് തെറി വേണമെങ്കിലും വിളിക്കാം. അതിനുള്ളൊരു സൗകര്യം നമ്മുടെ ഭരണഘടനയിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു വിജയം. ഇവിടെ ഇപ്പൊ ചേട്ടൻ എന്താ വേണ്ടത്? എനിക്ക് എന്റെ കാശ് വേണം. ഞാൻ വളർത്തിയതാ ഇവിടെ. ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് മുഴുവൻ ചെലവാക്കിയതൊക്കെ വേണ്ടിയാ. നീ ഇന്നല്ലേ ഇവിടെ കാണുന്നത്? ഇവളൊരു വിരമാതിരി നിലവാളിയായിരുന്നു. ഞാൻ അതിർത്തി കാത്ത് സൂക്ഷിച്ചിട്ടുണ്ടാക്കിയ കാശ് മുഴുവൻ കഴിച്ച് അവളുടെ കണ്ണുകൾ ഉരുണ്ടു, ദേഹം തുടുത്തു, അവളുടെ മുടി പന്തലിച്ചു. ഇത് മുഴുവൻ ചക്കാത്തിൽ അടിക്കാൻ വന്നവനെ നിന്നെ ഞാൻ വെറുതെ വിടില്ല. ചേട്ടാ ഒച്ച വെക്കരുത്, നമുക്ക് എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ആക്കാം. വാ എന്റെ കൂടെ വാ, പ്ലീസ്. ചേട്ടാ സൂക്ഷിച്ച് പതുക്കെ. എന്താ ഇതില്? അല്ല ചേട്ടൻ പട്ടാളത്തിൽ ഇത്രയും ധൈര്യം കാണിച്ചിട്ടും ചേട്ടൻ ഇങ്ങോട്ട് പോകുന്നത് അവരായിട്ട് പറഞ്ഞു വിട്ടതാണോ? അല്ല സർവീസ് ഹോഗയാ. ഓ അതല്ലേ, ഒരു സിഗരറ്റ് വലിക്കാം. കൊള്ളാം കൊള്ളാം. സത്യത്തിൽ അന്ന് എനിക്കൊരു അബദ്ധം പറ്റിയതാ. അറിയാം, എനിക്കറിയാം. അല്ല ശരിക്കും ചേട്ടന് ഇപ്പൊ എന്താണ് വേണ്ടത്? എനിക്ക് എന്റെ കോമ്പൻസേഷൻ കിട്ടണം. ഓ അല്ല അത് തരാം. അത് എങ്ങനെയാണ്? മൊത്തമായിട്ട് വേണോ ചില്ലറയായിട്ട് വേണോ? എങ്ങനെയാണ് എന്റെ പരിപാടി? അതൊക്കെ അത് എന്റെ ഇഷ്ടം പോലെ. എടോ, ഈ വീട്ടിലൊരു കണക്ക് പുസ്തകമുണ്ട്. അത് കേട്ട് കേട്ട് മടുത്തിരിക്കുക ഞങ്ങള്. അതിനിടയിൽ തന്റെ ഡയറി കണക്കുമായിട്ട് മേലാലും കൊണ്ട് വന്നാണ്ടല്ലോ ചവിട്ടി നട്ടലോടിക്കും ഞാൻ. പിന്നെ ഇതേ പരിപാടിയായിട്ട് മേലാലും കൊണ്ട് വരുന്നുണ്ടെങ്കിലേ വരുമ്പോ രണ്ട് പച്ചമുട്ട കൂടി മേടിച്ചോ. തന്നെ ഇടിക്കാനുള്ള ആരോഗ്യത്തിന് എനിക്ക് വാട്ടി കുടിക്കാനാ. ഓടോ. എടാ, കള്ളു കുടിച്ച് ബോധമില്ലാത്ത ഒരുത്തിനെ തല്ലാൻ നീ ആണാണോടാ? ഓടാ ഓടാ. എടാ, ഞാൻ ഒരു എക്സ്പെരിമെന്റ് ആണെങ്കിൽ ഒരു ദിവസമെങ്കിലും നിന്നെ ഞാൻ ഈ പോലീസ് സ്റ്റേഷൻ കയറ്റും. രീതിയിൽ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നുള്ളതാണ്. അപ്പോ ഇത് വേണ്ടെന്ന് ചേട്ടൻ അങ്ങ് തീരുമാനിച്ചാലോ? അങ്ങനൊന്നും ചേട്ടൻ തീരുമാനിക്കില്ല, അതെനിക്കറിയാം. എങ്ങനെയെങ്കിലും താൻ ചേട്ടനോട് പറഞ്ഞ് ഒരു തീരുമാനത്തിലെത്തണം. എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ മസാല വെച്ചു നിന്നത്? അതും എത്ര എണ്ണമെന്ന് വെച്ചാ? വാ. എന്തിനാ നീ നോക്കിക്കൊണ്ടിരിക്കുന്നത്? തുടങ്ങാമല്ലോ. അലിഖാൻ,
ഇനി അമ്മയ്ക്ക് ഇവിടുന്ന് ആഹാരം കഴിക്കാൻ ഇവിടെ തന്നെ താമസിക്കുകയും ചെയ്യാം. കൂടുതൽ ഞാൻ ആഹാരം കഴിച്ചല്ലോ. മനസ്സിലായില്ലേ നിങ്ങൾ ആരാന്ന്? ആരോടൊന്നും മിണ്ടരുതെന്നാ പറഞ്ഞിരിക്കണേ. അതുകൊണ്ടാണ് ഈ കുരുക്കിട്ട് ലോക്ക് ചെയ്തിരിക്കണേ. അകലെ നിന്നെങ്കിലും എന്റെ കിരണങ്ങൾ പുണരുന്നു എന്നും നിന്നെ, കിരണങ്ങൾ പുണരുന്നു എന്നും നിന്നെ. പിന്നെ അത് ഇവിടെ പോകാനത് ഇല്ല. എന്താ അന്വേഷിക്കണം സാറ്? അല്ല, എന്റെ ഒരു തോർത്തുണ്ട്. ഇതാ കുളിക്കാനല്ലേ? അതല്ല, കുളിക്കാൻ എനിക്കൊരു തോർത്തുണ്ട്. അത് ഞാനിവിടെ തൂക്കി ഇട്ടിരുന്നല്ലോ. അതോ? ഈ വീടിന്റെ വലിപ്പം ആ അമ്മയുടെ മുഖത്തിന്റെ ഐശ്വര്യം കണ്ട ആ തോർത്തെടുത്തോണ്ട് ആരെങ്കിലും കുളിക്കുമെന്ന് കരുതൂ. അതുകൊണ്ട് ഞാൻ അതെടുത്ത് നിലം തുടച്ച് കളഞ്ഞു. കളഞ്ഞോ? അതെ, ഇതാ നല്ല തോർത്ത്. കുളിക്കാനല്ലേ? ഇതുപോലെ. അതാരാ തീരുമാനിക്കേണ്ടത്? എപ്പ കുളിക്കണം, എങ്ങനെ കുളിക്കണം, എന്തെടുത്ത് കുളിക്കണം, അത് ഞാനാ തീരുമാനിക്കേണ്ടത്, നിങ്ങളല്ലാണോ? എന്റെ കുളി തൊലച്ചു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹലോ, അതെ സാറുണ്ടല്ലോ. ആരാണ് നിങ്ങൾ? ആരാണെന്ന് പേര് പറയൂ. സാർ ഒരു സ്ത്രീയാണ്. ആരാണെന്ന് ചോദിച്ചിട്ട് പേര് പറയുന്നില്ല. ഫോൺ വെച്ചു. ഹലോ, വിനയനിയർ. ആരാണ്? നിങ്ങൾ ആരാന്ന് പറയണം. പോലീസ് മുറിയിൽ ഇങ്ങനെ മയമില്ലാതെ ചോദിച്ചാ ആരെങ്കിലും ഉത്തരം പറയുമോ? എനിക്ക് ഇത്രയേ ഉള്ളൂ. ശരി, ഇനി ഞാൻ അതേപ്പറ്റി പരാതി പറയില്ല. സെന്റ് തോമസ് കോളേജിലല്ലേ പഠിച്ചത്? അതെ. അലക്കി തേച്ച മുണ്ടെടുത്ത് നെറ്റിയിൽ ചന്ദനക്കുറിയുമായി കോളേജിൽ വന്നിരുന്ന വിനയനെ എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങളെ എല്ലാവരും അന്ന് പട്ടിരുന്നല്ലേ വിളിച്ചിരുന്നത്? അതെ. ഇതൊക്കെ എങ്ങനെ അറിയാം? നിങ്ങൾ ആരാന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ ആരാണെന്ന് പറയാം. ഞാൻ ഇപ്പൊ വിളിച്ചത് ശല്യാണ്. ഏയ്, അങ്ങനൊന്നുമില്ല. ഭാര്യ അടുത്തുണ്ടോ? ഇല്ല, അവള് ബാത്റൂമില്ല. പിന്നെന്താ സംസാരിക്കാൻ ഒരു വലിവ്? ഭാര്യയ്ക്ക് വിനയൻ മറ്റാരോട് സംസാരിക്കുന്ന ഇഷ്ടല്ലേ? ഏയ്, അങ്ങനൊന്നുമില്ല. കുട്ടികൾ? കുട്ടികളൊന്നും ഇല്ല. എന്താ ലേറ്റ് മാരേജ് ആണോ? ഏറ്റല്ല, ആദ്യം കുറച്ചേരം പ്ലാനിങ് ആയിരുന്നു. അടുത്ത കാലത്ത് 2 അബോർഷനായി. എന്നാ വയ്ക്കട്ടെ. എന്തിനാ അവനെ വിളിച്ചത്? വെറുതെ. പഠിക്കുന്ന കാലം തൊട്ടേ ഞാൻ വിനയനെ ശ്രദ്ധിച്ചിരുന്നു. എന്താ വിളിച്ചത് തെറ്റാണോ? ഏയ്, തെറ്റൊന്നുമില്ല. ഇനിയും വിളിച്ചാ ശല്യാവോ? അത് വിളിക്കുന്ന ആളിന്റെ ഇഷ്ടമല്ലേ. എപ്പ വിളിക്കുന്നതാ സൗകര്യം? അങ്ങനൊന്നുമില്ല. 9:00ക്കും 10:00 വിളിച്ച് എന്നെ തന്നെ കിട്ടും. അപ്പൊ ഭാര്യ അടുത്തുണ്ടാവില്ലേ? ഭാര്യ അടുത്തുണ്ടായോണ്ട് എന്താ കുഴപ്പം? നമ്മൾ പഴയ സുഹൃത്തുക്കളല്ലേ. ഞാൻ വിളിക്കുന്ന കാര്യം ഭാര്യ അറിയരുത്. അറിഞ്ഞാ പിന്നെ വിളിക്കില്ല. എല്ലാ കാര്യങ്ങളും ഭാര്യ അറിയണമെന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ വിളിക്കാം. നിങ്ങൾ പേര് പറഞ്ഞില്ലേ ഇവരെ? പേര് ഞാൻ നാളെ പറയാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.